കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെയും സ്നേഹത്തോടെയും നവ്യയെ ആവോളം സ്നേഹിച്ചിരുന്ന അമ്മയായിരുന്നു ഭർതൃമാതാവായ ശാന്താമേനോൻ എന്ന ബേബിയമ്മ. ഏറെക്കാലമായി അസുഖബാധിതയായിരുന്ന ആ അമ്മ മരണത്തിലേക്ക് പോയിട്ട് 2 ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും ആ ഒരു സങ്കടക്കടലിൽ നിന്നും കരകയറുവാൻ മക്കൾക്കോ മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. മകൻ സന്തോഷ് മേനോൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് ബേബിയമ്മയുടെ മരണവാർത്ത പുറംലോകം അറിഞ്ഞത്. അതിനു പിന്നാലെ നവ്യയും അമ്മ നൽകിയ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ എഴുതിയ സമയത്ത് ശരിക്കും കണ്ണീരണിയുകയായിരുന്നു പ്രേക്ഷകരും. ഇപ്പോഴിതാ അമ്മയ്ക്കരികെയുള്ള അവസാന നിമിഷങ്ങളിലും സങ്കടമടക്കാൻ കഴിയാതെ തളർന്നിരിക്കുന്ന സന്തോഷിനെയും നവ്യയുമാണ് വീഡിയോയിലൂടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. വീടിനകത്തെ ഹാളിലെ സോഫയിൽ തല കുമ്പിട്ട് സങ്കടമടക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് സന്തോഷ്. തൊട്ടരികെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെ ഹൃദയം നുറുങ്ങി നിൽക്കുന്ന നവ്യയെയും കാണാം. അകത്തു നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അരികിലേക്ക് പോകുന്ന നവ്യയെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലേക്ക് നവ്യയും മകൻ സായിക്കുട്ടനും അച്ഛനും എല്ലാം തന്നെ എത്തിച്ചേർന്നിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് നവ്യ ഈ വീട്ടിലേക്ക് എത്തിയത്. സായിക്കുട്ടനാണ് അച്ഛമ്മയുടെ ചടങ്ങുകളെല്ലാം. മകനൊപ്പം അച്ഛനും നവ്യയും എല്ലാവരും തന്നെ നിന്നിരുന്നു. ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടുവളപ്പിൽ തന്നെയാണ് ബേബി അമ്മയുടെ മൃതദേഹം സംസ്കരിച്ചത്. ഭർത്താവിൻ്റെ മരണശേഷം 2 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ ബേബി അമ്മയ്ക്ക് നവ്യയെ ഏറെ ഇഷ്ടമായിരുന്നു. നന്ദനം സിനിമയിലെ ബാലാമണിയെ കണ്ടാണ് നവ്യയെ ബേബി അമ്മ സ്നേഹിച്ചു തുടങ്ങിയതും മരുമകളായി ആ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റിയതും. വിവാഹശേഷം അഭിനയത്തിലേക്കും നൃത്തത്തിലേക്കും എല്ലാം തന്നെ തിരിച്ചെത്തുവാൻ നവ്യയെ ഏറ്റവും അധികം പ്രേരിപ്പിച്ചതും ആ അമ്മ തന്നെയായിരുന്നു. കളങ്കമില്ലാത്ത ബേബി അമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് കൊതി തീരുന്നതിന് മുന്നേ തന്നെ നവ്യയ്ക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ആ അമ്മയെ തൻ്റെ എല്ലാമായിരുന്ന അമ്മ പോയ സങ്കടം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായി സന്തോഷ് മേനോനും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെ നിരവധി പേരാണ് അമ്മയ്ക്ക് ആത്മശാന്തി നേർന്നുകൊണ്ടും സന്തോഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും കമൻസുകൾ നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെയായി നവ്യയും സന്തോഷും അമ്മയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. മകൻ്റെ ഭാര്യ എന്നതിലപ്പുറം മകളായി തന്നെയാണ് ബേബി അമ്മ നവ്യയെ കണ്ടിരുന്നതും സ്നേഹിച്ചതും. ശാരീരികമായി വയ്യാതെ ഇരുന്ന അവസ്ഥയിലും നവ്യയുടെ നൃത്തം കാണുവാനും മാതങ്കിയിലെ പരിപാടികളുടെ ഭാഗമാകാനും ഈ അമ്മ ഇവയും സന്തോഷം വേർപിരിഞ്ഞായിരുന്നു താമസിക്കുന്നതെന്നും ഇരുവരും വിവാഹമോചിതരായ എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്തായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിനോടൊന്നും തന്നെ നവ്യയും ഭർത്താവ് സന്തോഷ് മേനോനും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ അമ്മയുടെ മരണശേഷം ഉടനെ തന്നെ നവ്യ മകനെയും കൂട്ടി സന്തോഷിൻ്റെ വീട്ടിലേക്ക് എത്തുകയും സന്തോഷിനോടൊപ്പം തന്നെ എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നവ്യ സന്തോഷിൻ്റെ വീട്ടിൽ തന്നെയാണ് ചടങ്ങുകൾ കഴിയുന്നത് വരെ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് അമ്മയെ നഷ്ടപ്പെട്ട വേദനയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സന്തോഷിനെ ആശ്വസിപ്പിക്കാൻ നവ്യയും മകനായ സായിക്കുട്ടനുമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർക്കൂ എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകർ കമൻസുകളിലൂടെ പറയുന്നത്. പ്രശ്നങ്ങളെല്ലാം തീർന്ന് നിങ്ങൾ 2 പേരും പഴയതുപോലെ തന്നെ സുഖമായി ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻസുകളും ഈ പോസ്റ്റിന് താഴെ വരുന്നു.